ഹായ്, നമസ്കാരം. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വലിയ സുഖമൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നത് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച അല്ല ബുധനാഴ്ചയാണെന്ന് ഇവിടെ ഇടിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം പിന്നെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അവിടെ പോയി, എന്ത് പറ്റി, വാട്ട് ഹാപ്പനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഈസി ആയിട്ട് എങ്ങനെയാണ് തേങ്ങാസാദം ചെയ്യാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ തേങ്ങാച്ചോറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇത് തമിഴ്നാട് വേർഷൻ. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ആനിവേഴ്സറിക്ക് ഒരുപാട് പേര് ഞങ്ങൾക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ആനിവേഴ്സറി വീഡിയോ വരുന്നേക്കാൾ മുൻപ് തന്നെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് തന്നെ ഒരുപാട് പേര് കാത്തിരുന്നിട്ട് എന്താ പറയുക, ഡേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിഷസ് ഒക്കെ അറിയിച്ചിട്ട്. എനിക്ക് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷം സങ്കടമൊക്കെ തോന്നിപ്പോയി. കാരണം ഇന്നത്തെ കാലത്ത് ആരുടെയും സമയമില്ല അല്ലെ. ഭയങ്കര ബിസി ലൈഫാണ്, എനിക്കറിയാം. അപ്പോൾ സ്വന്തം വീട്ടുകാരുടെ അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ടിന്റെ പോലും എന്താ പറയുക കല്യാണ ദിവസം അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ മറക്കുന്ന കാലമാണ്. പക്ഷെ നിങ്ങൾ എന്നെയും ചേട്ടനെയൊക്കെ നിങ്ങളുടെ സ്വന്തം ഫാമിലി മെമ്പറായിട്ട് കരുതിയത് കൊണ്ടാണ് ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്. അത് കണ്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയി ഞാൻ. കാരണം എനിക്ക് അസുഖമായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ഇമോഷണലായി പോകും. എനിക്ക് അമ്മേനെ കാണാൻ തോന്നും, നാട്ടിൽ പോകാൻ തോന്നും. അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഇത്രയും ദൂരെയാണ് താമസിക്കുന്നത് നാട്ടിൽ നിന്ന് അല്ലേ. അപ്പോൾ ഭർത്താവും കുട്ടികളും കൂടെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അവര് ജോലിക്ക് പോകും അല്ലെങ്കിൽ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് നമ്മൾ വയ്യാതിരിക്കുമ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പൊ ആരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ സങ്കടം വരും. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ മെസ്സേജസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും എനിക്ക് ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ എന്നുള്ളൊരു ഫീലിംഗ് വരും. അത് നിങ്ങൾക്ക് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയാണ് എനിക്ക് തരാനുള്ളത്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഇമോഷണൽ ആയി പോകും, സോറി. അപ്പൊ പോട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തേങ്ങാസാദം തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നമുക്ക് തേങ്ങാസാദം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് അരി, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചരിയാണ്. അതേസമയം നിങ്ങൾക്ക് പൊന്നിയരി ഉപയോഗിക്കാം, അതുപോലെ തന്നെ സോന മസൂരി അരി ഉപയോഗിക്കാം, ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ സാധാരണ മട്ടരി അതുപോലെ തന്നെ ബസ്മതി റൈസ് ഒന്നും ഇങ്ങനത്തെ സാദം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല 240 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പച്ചരി എടുത്തു. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഒരു 5-6 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായി തിളപ്പിക്കുക. അതിലോട്ട് ഉപ്പിടുക. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാവണം, അല്പം മുന്നോട്ട് നിൽക്കണം. ആ രീതിയിൽ ഉപ്പിട്ടതിന് ശേഷം വെള്ളം നന്നായി തിളപ്പിക്കുക. അതിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇടുക. എന്നിട്ട് അടച്ചു വെക്കുക. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തു. പിന്നെ ഒരു 5 മിനിറ്റ് തുറന്നു വെച്ചിട്ടും കുക്ക് ചെയ്തു. അങ്ങനെ ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് അങ്ങ് കുക്കാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു 1/4 ഭാഗം കുക്കാവുന്ന സമയത്ത് ഒരു അരിപ്പയിലോട്ട് അരിച്ചു വെക്കുക. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഉതിർന്നിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ചോറ് വേവിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ രാവിലെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഈ തേങ്ങാസാദമൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ സാദത്തിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ളതാണ് തേങ്ങാസാദം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് തേങ്ങയാണ്. ഈ തേങ്ങ ഒട്ടും തണുപ്പില്ലാത്തതാണ്, ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്ത് അതിന് തണുപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ. ഇത് ഇപ്പോൾ നിങ്ങൾ ഫ്രഷായി ചിരകിയ തേങ്ങ ഇച്ചിരി വലുതായിട്ടൊക്കെ ചിരകിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ടുള്ള തേങ്ങ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിത് ഓൾറെഡി നല്ല നൈസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇനി മിക്സിയിലിട്ട് അടിക്കുന്നില്ല. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങ. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി തേങ്ങാസാദം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി പാത്രം ചൂടാക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒഴിക്കാൻ പോകുന്നത് നല്ലെണ്ണയാണ്, അതായത് എള്ളെണ്ണ. അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തമിഴ്നാട് ഡിഷ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എള്ളെണ്ണ ഒഴിക്കണമെന്ന് മാത്രം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട്
ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരുപാട് കടുക് ഇടണ്ട കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇനി നമുക്ക് ചെറിയ തീയിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മതി. അതൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. തീ എപ്പോഴും ചെറിയ തീയിലിടാൻ മറക്കരുത് കടുക് പൊട്ടിയതിന് ശേഷം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഒരു 2 വറ്റൽമുളക് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുക. വഴറ്റി കൊടുക്കുക. കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ തീയിലിടുമ്പോൾ കരിയില്ല. നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ നിർബന്ധങ്ങളൊന്നുമില്ല, ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതും വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒരുപാട് വേണ്ട കേട്ടോ, അധികം എരിവ് വേണ്ട ഇതിന്. അപ്പോൾ ഒരു പച്ചമുളക് അല്ലെങ്കിൽ 1-2 പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇഞ്ചി വേണ്ട, ഒരുപാട് ഇഞ്ചി ആയി കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ല. നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, ചെറിയ എരിവ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തപ്പോൾ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു അല്പം കായം ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി, പെരുങ്കായല്ലേ, ഒരുപാടൊന്നും വേണ്ട, 2 നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇനി അതിലോട്ട് നമ്മളുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചോറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ട് വേവിച്ച ചോറാണ്, അതുകൊണ്ട് ഇതിലേക്ക് മാത്രം അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതായത് നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം അതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് കൂടാൻ പാടില്ല. ചോറ് ചേർത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് മൂപ്പിക്കാൻ പാടില്ല, ഒരുപാട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പം തേങ്ങ ഒരുപാട് അങ്ങ് ഹാർഡായിട്ട് മാറും. അപ്പം നമ്മുടെ തേങ്ങ സാധം കഴിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ തേങ്ങ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്ന ഒരു ടിപ്പും ചേർക്കണം, അതായത് ഒരു നുള്ളു പഞ്ചസാര. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ തേങ്ങ സാധത്തിന്. നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാസാദം കഴിക്കുമ്പോൾ തൊണ്ടയിൽ തടയണ പോലെ ഒരു ഫീലിംഗ് ആണ്. അതായത് ഓവറായിട്ട് ഇത് വറുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ തീയലിന് വറുക്കണ പോലെ ഒന്നും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്തിട്ടുണ്ട്. ചൂടില്ലാത്ത തണുത്ത ചോറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ട വരില്ല. കട്ടയില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചൂടോടുകൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആകെ ഉടഞ്ഞു പോകും ചോറ്, കാണാൻ നന്നായിട്ടുണ്ടാവില്ല. കഴിക്കുമ്പോഴും ഇതിനേക്കാളും ടേസ്റ്റ് കുറയും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ചോറ് കുക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഒരു ഗ്ലാസ്സിന് പകരമായിട്ട് 1.5 ഗ്ലാസ്സോ 2 ഗ്ലാസ്സൊക്കെ കൂട്ടാം. പക്ഷെ ഞാനിപ്പോൾ അത്ര തേങ്ങ ഇടുന്നില്ല, 1 ഗ്ലാസ് ഇടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വലായ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കണം. നമുക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഏതെങ്കിലും ഒരു സാദം ദിവസം ഉണ്ടാവും. ലെമൺ സാദം, അല്ലെങ്കിൽ തക്കാളി സാദം, അല്ലെങ്കിൽ തൈര് സാദം, പുളിയോദരി, അല്ലെങ്കിൽ അവസാനം തേങ്ങ സാദം. അതിൽ തേങ്ങ സാദം എനിക്കിഷ്ടമായിരുന്നു. ഞാൻ പറയാറില്ല, എനിക്ക് തൈര് സാദം ഭയങ്കര ഇഷ്ടമായിരുന്നു. തേങ്ങ സാദം കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീലിംഗാണ്. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാവണം കേട്ടോ. അപ്പോഴാണ് ആ ചോറിലേക്കൊക്കെ നന്നായിട്ട് ഇതെല്ലാം പിടിക്കുള്ളൂ. ഉപ്പുണ്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ ചോറ് വേവിച്ചപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിൽ ഉപ്പിടുന്നില്ല. എല്ലാം ഉണ്ട്, പാകത്തിന് എരിവുണ്ട്, ഉപ്പുണ്ട്, തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എവിടെയോ ഒരു ചെറിയ മധുരവും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയോ അച്ചാറോ എന്ത് പൊരിയലോ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കഴിക്കാം.
ഞാനിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണില്ല ഇന്ന്. അച്ചാറ് മാത്രം കൂടെ കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യാതിരിക്കണം. അപ്പോൾ ഓവറായിട്ട് ഉള്ള ആ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്കുള്ള ആരോഗ്യമില്ല. അപ്പോൾ 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് അവസാനം കുറച്ച് വെളിച്ചെണ്ണ മേലെ കൂടെ തൂകി നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ചിലവർ ഇതിൽ മല്ലിയില തൂകാറുണ്ട്. പക്ഷേ എനിക്ക് മല്ലിയില തൂകുന്നത് ഇഷ്ടമില്ല. കറിവേപ്പില തന്നെയാണ് ഇതിന് നല്ലത്. താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയില കുറച്ച് ഇട്ടോളൂ കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മേലെ കൂടെ തൂകി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള തേങ്ങാസാദം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന തേങ്ങാച്ചോറും ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണമെങ്കിൽ കൊളാക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എന്നും ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫൈനലായിട്ട് ഒന്നും കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. സംഭവം ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് വായിക്ക് രുചിയൊന്നും അത്ര ആയി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സംഭവം സൂപ്പറാണ്. ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. താഴോട്ട് കാണാൻ വേണ്ടിട്ട് കിടന്ന് വായിക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നന്ദോടെ പോയി. ആയുഷ്, നന്ദു, booty shop. Give me there. There. Male. It looks so big. I cannot go inside. Go there. പോകാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ സോപ്പാണ് കേട്ടോ. പല ഫ്ലേവറിലുള്ള സോപ്പുകളാണ്. ക്യാഷ് 42 with 40 42 with